നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വേദനിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു എനർജിയാണ് നോക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത്. ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഹീലിംഗ് പ്രോസസ്സാണ് കേട്ടോ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ളൊരു ആൻസർ, നമ്മൾ എന്ത് കാര്യമാണോ നമ്മുടെ മനസ്സിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, അമിതമായിട്ട് ചിന്തിക്കുന്നത്, അമിതമായിട്ട് ചോദ്യ രൂപത്തിൽ കിടക്കുന്നത്, അതിന് നമുക്ക് കറക്റ്റും വ്യക്തവും കൃത്യവുമായിട്ടൊരു ആൻസർ കിട്ടുന്നത് നമുക്ക് ആ ഒരു എനർജിയിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കും അല്ലേ. നമുക്കതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന മറുപടികൾ നിങ്ങളുടെ മനസ്സിനകത്ത് കെട്ടിക്കിടക്കുന്ന ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഒരു പെയിൻ എനർജീനെ പുറത്തെടുത്ത് കളയാൻ സാധിക്കും. അതൊരു വലിയൊരു ഹീലിംഗ് പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം തീർച്ചയായിട്ടും ഒരു ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് ആണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ആ ഓരോ ഉത്കണ്ഠാകുലമാകുന്ന ചിന്തകൾക്കുള്ള ഒരു മറുപടി തന്നെയാണ് ടാറോ റീഡിങ്സ്. പ്ലസ് നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നിങ്ങളുടെ ബ്ലോക്കേജുകളും നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ലതായാലും ചീത്തയായാലുമുള്ള ആ പല ഇൻഫർമേഷൻസിനെ കുറിച്ചും ആഴത്തിൽ നിങ്ങൾ ചോദിച്ചാൽ ആഴത്തിൽ മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. അപ്പം നമുക്ക് ഇന്ന് നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന പെയിനിൽ നിന്നും പുറത്ത് കടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് കൂടുതലും നിങ്ങൾ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. ചിലപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ കാണിച്ച പ്രതീക്ഷകളിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ വീഴ്ചകളാണ്. അത് ഏത് മേഖലയിലാണേലും നിങ്ങളുടെ അമിത പ്രതീക്ഷ, അമിത വിശ്വാസം നിങ്ങളെ വലിയൊരു ട്രാപ്പ്ഡ് എനർജിയിലേക്ക് തള്ളിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ഹാങ്ക്ഡ് മാൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ശരിക്കും ഇപ്പോഴും പ്രതീക്ഷയാണ് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മാറ്റങ്ങൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിങ്ങളൊരു ബന്ധനത്തിൽ അല്ലെങ്കിൽ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. തല കീഴായുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എനർജി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ നിന്നും അതല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആകുന്ന സിറ്റുവേഷൻസിലേക്ക് മാറാൻ പറ്റാത്തതെന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മുറുകെ പിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആണ്, ഇങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന അടുത്ത് നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയുള്ളൂ. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, നിങ്ങളുടെ അവസ്ഥയെ നിങ്ങൾ അറിയുന്നില്ല. കാരണം തല കീഴായിട്ട് തൂങ്ങിക്കിടക്കുകയാണ് നിങ്ങൾ. നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? നമ്മൾ തലകുത്തനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു വിഷൻസ്, നമ്മുടെ മുമ്പിലുള്ള കാഴ്ചകൾ എങ്ങനെയായിരിക്കും? അതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ ശരിക്കും ഒരു സ്ട്രെയിറ്റ് എനർജിയിലേക്ക് വരിക, ഒരു ഒരു പൂർണ്ണതയിലേക്ക് വരിക. നിങ്ങളൊന്ന് നുവർന്ന് നിൽക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുത്തുക, നിങ്ങളുടെ തോട്ട്സിൽ മാറ്റം വരുത്തുക, നിങ്ങൾ പോസിറ്റീവ് ആകുന്ന ദിശയിലേക്ക്, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മോശമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഭാഗമാണ് നിങ്ങൾക്ക് പോസിറ്റീവ് കേട്ടോ. നിങ്ങൾ ഈ ഒരു മാർഗം ശരിയല്ല അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെ പോകുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ പോസിറ്റീവ്. കാരണം നിങ്ങളിപ്പം തല കുത്തി നിൽക്കുകയാണ്, തലകുത്തനെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ശരിക്കും നിങ്ങൾ നേരെയായി കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ തെറ്റാണെന്ന് ചിന്തിക്കുന്ന കാര്യത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് ശരിയെന്നാണ്
എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങളൊരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസിലാണ് നിൽക്കുന്നത്. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന എല്ലാ വ്യക്തിബന്ധങ്ങളും നിങ്ങളുടെ ശത്രുക്കളാണ് കേട്ടോ. നിങ്ങളോട് സ്നേഹം കാണിക്കുന്നവർ, നിങ്ങളെ കേൾക്കുന്നവർ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു വരുന്നവർ, നിങ്ങളെ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുന്നവർ എല്ലാം നിങ്ങൾക്ക് പവർ ലോസിങ് തരുന്ന വ്യക്തികളുമായിട്ടാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. നിങ്ങളപ്പം ആ ഒരു എനർജിയിൽ നിന്നും പുറത്ത് കടക്കണം. കാരണം നിങ്ങൾ ശരിക്കും ഒരു എലോൺ എനർജിയിലേക്ക് മാറണമെന്നാണ് നമുക്ക് കാണുന്നത്. കൂട്ടമായിട്ടുള്ള അല്ലെങ്കിൽ സൗഹൃദം, അമിതമാകുന്ന ബന്ധങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമിതമാകുന്ന ആളുകൾ, ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ടുള്ള ഒരു സമ്പർക്കമാണ് നിങ്ങളുടേതെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും എലോൺ എനർജിയിലേക്ക് വന്നേ പറ്റൂ. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ കാണുന്ന കാഴ്ചയല്ല ശരിക്കുമുള്ളത്, മറ്റൊന്നാണ്. ഓപ്പോസിറ്റ് ചിന്തിക്കാനും നിങ്ങൾ തുടങ്ങിയേ പറ്റൂ. സൺറൈസിങ് ആണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സൺറൈസിങ് ആണ്, സക്സസ് ആണ്. ചിലരെ സംബന്ധിച്ച് പെയിൻ എനർജിയിൽ നിൽക്കുന്നത് ഇമോഷണൽ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഴത്തിൽ പ്രണയിച്ചിരുന്ന, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തെ തിരിച്ചു പിടിക്കാനായിരിക്കും. ഒരു ഫാമിലി എനർജീനെ തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹത്തിലായിരിക്കാം നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെ ഒരു പൂർണ്ണതയിൽ എത്തിക്കണം, ഒരു സക്സസ്സിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ച ചില പ്രണയത്തെ നിങ്ങളത് മാനിഫെസ്റ്റിംഗ് ചെയ്തെടുത്ത ഒരു സിറ്റുവേഷൻസാണ്. നിങ്ങൾ അത്രത്തോളം ആഴത്തിൽ, വളരെയധികം ആഴത്തിൽ മനസ്സിൽ പതിച്ചെടുത്ത ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. ആ ഒരു വെയിറ്റിങ്ങും നിങ്ങൾക്ക് പെയിനാണ് നൽകുന്നതായിട്ട് കാണുന്നത്. ശക്തമാകുന്നൊരു പെയിൻ എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾക്കിവിടെ നൽകിയിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മോശം സമയമാണ്. റിലേഷനെ ബേസ് ചെയ്ത് നമ്മൾക്ക് മോശം സമയമാണ്. കാലം നിങ്ങൾക്ക് അനുകൂലമല്ല. കാലം നിങ്ങൾക്ക് അനുകൂലമാവാതെ നമ്മളിനി എന്ത് കാര്യങ്ങൾ ചെയ്താലും തെറ്റിദ്ധരിക്കപ്പെടുക മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ സമയമായിട്ടില്ല. ഇമോഷണൽ പരമാകുന്ന ഒരു ഹൈഡ് എനർജിയിൽ നിങ്ങൾ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ് കേട്ടോ. ശക്തമാകുന്ന മെഡിറ്റേഷൻ ചെയ്യണം. നിങ്ങൾ മെഡിറ്റേഷനിലൂടെ വേണം നിങ്ങളുടെ സമയത്തെ മാറ്റിയെടുക്കാൻ. നിങ്ങളുടെ 7 ചക്രാസും സ്റ്റക്കാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇരുട്ടിലാണ്. നിങ്ങളിൽ ഒരു പോസിറ്റിവിറ്റിയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തികൾക്കും കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ശക്തമാകുന്ന രീതിയിലും വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം, മാനിഫെസ്റ്റേഷൻ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. സാമ്പത്തികപരമായിട്ടോ കരിയർ പരമായിട്ടോ അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും എഡ്യൂക്കേഷൻ പരമായിട്ടോ ഒക്കെ വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചും നിങ്ങൾക്ക് സ്തംഭനാവസ്ഥ വന്നതാണ്. അതായത് മുന്നോട്ടേക്ക് പോയി നിങ്ങളുടെ കയ്യിൽ കിട്ടിയ കാര്യം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അത് അപ്പം അവിടെ വെച്ച് സ്റ്റക്കാവുക, പിന്നെ ഒരു മൂവ്മെൻറ്റ്സും ഇല്ലാത്ത വിധം നിങ്ങൾക്ക് സ്റ്റക്കായതും നിങ്ങളെ പെയിൻ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതും ഒരു ഫീലിംഗ് സ്റ്റക്നെസ് ആണ് കേട്ടോ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും അതും വിധിയിൽപ്പെട്ട ഒരു സിറ്റുവേഷൻസ് ആണ്. നിങ്ങളുടെ സമയത്തിൻ്റെ, നിങ്ങളുടെ വിധിയുടെ ഒരു എനർജിയാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ വിധി മോശമാണെങ്കിൽ, നമ്മുടെ സമയം മോശമാണെങ്കിൽ മാത്രമാണ് നെഗറ്റീവാകുന്ന പല കാര്യങ്ങളും നമ്മളെ പിടികൂടുകയുള്ളൂ. ആ സമയമാണ് നമ്മളെ നെഗറ്റീവ് പിടികൂടാൻ വേണ്ടി വെയിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ടും നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ കരിയറിലാണെങ്കിലും എഡ്യൂക്കേഷൻ പരമാകുന്ന ചില പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന ആളുകളിലും ഒരു സ്റ്റക്നെസ്. ശരിക്കും അവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അതിനെ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിന്നും പുറത്തു പോകുകയല്ല. ആ ഒരു പെയിൻ എനർജിയെ നിങ്ങൾക്കൊരു പരീക്ഷണമായിട്ട് എടുക്കാനാണ് കാണിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസിന് ഫിനാൻഷ്യലിനെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിൽ വളരെ
വളരെ സത്യസന്ധത പുലർത്തുക, പൂർണ്ണത പുലർത്തുക, റെസ്പെക്റ്റ് എനർജിയിൽ വരിക. കരിയർ പാതയിലേക്ക് നോക്കുമ്പം അവിടെ ഒരു സമർപ്പണമാണ് നമുക്ക് വേണ്ടത്, പൂർണ്ണമാകുന്ന ഒരു സമർപ്പണം, അതായത് വിശ്വാസത്തിലേക്ക് വരാനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസം എന്നൊരു എനർജിയിലേക്ക് വരണം. കരിയർ, അതുപോലെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസപരമാകുന്ന എന്തെങ്കിലും ഒരു ട്രാവലിങ്ങിനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു ചുവട് വെക്കാൻ നിന്ന വ്യക്തികളിൽ സ്റ്റക്നെസ് ഉണ്ട്, അത് നിങ്ങൾക്കൊരു വേദനയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഏഞ്ചൽസ് പറയുന്നത് ഈ സിറ്റുവേഷൻസ് ചേഞ്ച് ആകും. കുറച്ച് സമയമെടുക്കും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ആവാൻ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഒരു ടാസ്ക് പോലെ നിങ്ങൾക്കിതൊരു പരീക്ഷണമാണ്, അതല്ലെങ്കിൽ ഇതൊരു മത്സരമാണ് എന്ന് ചിന്തിച്ച്, വിധിയുമായിട്ടുള്ളൊരു മത്സരമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. എവിടെയാണോ നിങ്ങൾ നിർത്തുന്നത് അവിടെ വെച്ച് അത് സ്റ്റക്കാകും. നിങ്ങളത് നിങ്ങളിലേക്ക് വന്ന് പൂർണ്ണതയിൽ എത്തും വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നാണ് പറയുന്നത്. 10 of Swords ആണ് നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പെയിനുകളുടെയും മുഖ്യ കാരണക്കാരൻ. 10 of Swords ആണ്, കർമ്മയാണ്. പാസ്റ്റ് ലൈഫ് കർമ്മയാവാം, പൂർവിക കർമ്മയാവാം, അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിച്ച അലസതയുടെയോ വിശ്വാസമില്ലായ്മയുടെയോ ഒക്കെ ഫലമാവാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോ പെയിൻ എനർജിയിലൂടെയും കടന്നു പോകുന്നത് കർമ്മ ബേസാണ്. നിങ്ങളിലേക്ക് വന്നതിനെ നിങ്ങൾ തട്ടി മാറ്റിയ പലരും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ തേടി വന്ന സമയത്ത് നിങ്ങളുടെ ഭാഗ്യങ്ങൾ, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങളെ തേടി വന്ന സമയത്ത് നിങ്ങൾ അവിടെ ഒരു പവർ ലോസിങ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതിനെ മനസ്സിലാക്കി, അതായത് ഭാഗ്യം വരുമ്പം, അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പം നമ്മളത് മനസ്സിലാക്കാതെ പോയി അതിനെ ആ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാലാണ് അത് നമ്മളിൽ നിൽക്കുകയുള്ളൂ. അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞാൽ അത് നമ്മളെ വിട്ടുപോകും. പിന്നെ നമ്മളതിനെ തേടി ഇറങ്ങുമ്പം നമ്മൾ സ്ട്രഗിളിങ് നേരിടേണ്ടി വരുമെന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. അപ്പം ഇവിടെ ആ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടോക്സിക് ആണ്, കുറച്ച് ടോക്സിക്കിൻ്റെ സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു പൂർണ്ണതയിൽ, ഒരു വിശ്വാസത്തിലേക്ക്, ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരിക. ഓരോ എനർജികൾക്കും അതിൻ്റേതാകുന്ന മാറ്റങ്ങളുണ്ട്. ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ചിന്തകളെ, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ആ ഒരു പവർ ലോസിങ് ഏറ്റവും കൂടുതൽ നമ്മളിൽ വരുത്തുന്നത് ഓവർ തിങ്കിങ് ആണ്. അതായത് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. ഓവർ തിങ്കിങ് മീൻസ് മാനിഫെസ്റ്റേഷനാണ്. അത് നല്ലതാണെങ്കിലാണ് അതുകൊണ്ട് ഗുണമുള്ളൂ. മോശമാണെങ്കിൽ എന്ത് സംഭവിക്കും? മോശമായ കാര്യമാണ് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത്. അപ്പം മോശമാകുന്ന, അതായത് നെഗറ്റീവ് ആകുന്ന തോട്ട്സ് വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ തട്ടി മാറ്റുക. സഡൻ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവിനെ കിട്ടും, അത് നേടും, അല്ലെങ്കിൽ അത് എന്നിലേക്ക് വന്ന് ചേരുമെന്നുള്ള എനർജിയിലേക്ക് മാറാൻ ശ്രമിക്കുക. വെയിറ്റിംഗ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. കർമ്മ ഹീലിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം വരികയുള്ളൂ. നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൻ്റെ പെയിൻ അനുഭവിക്കേണ്ട സമയമാണ്. ആ സമയത്തെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിജീവിക്കുക എന്നതിന് ആണ് നമുക്ക് മെഡിറ്റേഷൻസ്, പ്രാർത്ഥന, നമ്മുടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിങ് നടത്തേണ്ടത്. അത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഹീലിംഗ് പ്രോസസ്സിങ് നിങ്ങളുടേതാകുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. കാരണം 3 എനർജിയുടെ പ്രസൻസ് ഒക്കെ വരുന്നുണ്ട്. ആഗ്രഹം, അമിതമാകുന്ന ആഗ്രഹം ആണ് നമ്മളെ എല്ലാ രീതിയിലും കൺഫ്യൂസ്ഡ് എനർജിയിലേക്കും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്ട്രഗ്ലിങ്ങിലേക്ക് എത്തിക്കുന്നത് അമിതമാകുന്ന ആഗ്രഹമാണ്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടണം, പെട്ടെന്ന് അനുഭവിക്കണം എന്നുള്ള ആ ഒരു ഫീലിങ്സിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും സമാധാനമാകുന്ന, ശാന്തമാകുന്ന സിറ്റുവേഷൻസിലേക്ക് വന്ന് നിൽക്കുക. ബാലൻസ് എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുക എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. വളരെയധികം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, നിങ്ങൾ തൊടുന്നതെല്ലാം നിങ്ങൾക്ക് പൊന്നാക്കാൻ പറ്റുന്ന വ്യക്തികളാണ്. അതിനുള്ള പേഴ്സണാലിറ്റി, എനർജി ഉള്ള വ്യക്തികളാണ്. നിങ്ങളിലേക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസുകൾ കടന്നു വരുന്ന വ്യക്തികളാണ്. പക്ഷേ നിങ്ങൾ കറക്റ്റ് സമയത്ത് അത് കണക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിൽ വരുന്ന ഒരു എനർജി. ശരിക്കും നിങ്ങൾ ഒരു ഹീലിംഗ് എനർജി അതല്ല എങ്കിൽ നല്ലൊരു അഡ്വൈസൊക്കെ തേടുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഗുരുവിൻ്റെ ഒരു സാന്നിധ്യം, നിങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ
കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ അടുത്ത ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നതെല്ലാം വളരെ നല്ലതായ ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് നിങ്ങൾക്കൊന്ന് സ്പിരിച്വൽ പാതയിലേക്ക് ദൈവീകപരമാകുന്ന വിശ്വാസത്തിൽ നിന്നുമൊക്കെ പിന്മാറിപ്പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ, അതായത് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമെന്നുള്ള ഒരു തോന്നലിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നുവെങ്കിൽ സഡൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. ആ ഒരു എനർജിയിലേക്ക് ഒരിക്കലും പോയി വീഴരുത്. കാരണം അത് ഏറ്റവും വലിയ പരീക്ഷണത്തിൻ്റെ ഒരു ഘട്ടമായി തീരും. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക. കുറച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾക്ക് കർമ്മ ഹീലിംഗ് ഒക്കെ നടക്കാൻ എളുപ്പം സാധിക്കുന്നത് ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സൗഹൃദ ബന്ധങ്ങളിലും അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകളിലും എല്ലാം വളരെ ശ്രദ്ധ നിങ്ങൾ വരുത്തണം. സാമ്പത്തികം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് സഹായവും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ശത്രുഭാവത്തിലായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതായത് കൺഫ്യൂസ്ഡ് എനർജി. പിന്നീട് അതിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരിക, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ കുറ്റമേൽക്കേണ്ടി വരിക. അങ്ങനെയൊക്കെയുള്ള ചില നെഗറ്റീവും പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് നെഗറ്റീവും പോസിറ്റീവുമായിട്ടാണ്. അതായത് രണ്ടവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. എവിടെയാണേലും വിളമ്പി കൊടുക്കുന്നത്, എവിടെയാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ 7 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. രാഹുർ ദോഷമുള്ള സമയം കുറേ ആളുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് വരും, ഒരുപാട് പ്രതീക്ഷകൾ തരും. അതായത് വലിയ രീതിയിൽ ഇപ്പം നമ്മൾ പറയും പോലെ ചൈന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ പോലുള്ളൊരു കാര്യമാണ് രാഹുവിൻ്റെ എനർജി എന്ന് പറയുന്നത്. കാണുമ്പോൾ നല്ല സംഭവമായിട്ട് തോന്നും. അത് പക്ഷേ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു എനർജി ആയിട്ട് മാറും. അതായത് നഷ്ടങ്ങൾ വരുത്തുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസിനെ കാണാൻ. ട്രാവലിംഗ് എനർജി വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കണം. വലിയ ഒരു ചെറിയൊരു അശ്രദ്ധ വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ എന്ത് കാര്യവും തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നുവെങ്കിൽ, അതായത് ഒരു ബ്ലൈൻഡ് എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ വളരെയധികം വെയിറ്റിംഗ് ചെയ്യാൻ, അതായത് ഒന്ന് വെയിറ്റിംഗ് ചെയ്ത് മാത്രം തീരുമാനമെടുക്കണം. തീർച്ചയായിട്ടും നമുക്കിവിടെ നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസുകളിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്ന നഷ്ടങ്ങളെന്ന് കാണുന്നുണ്ട്. അപ്പം നമ്മളത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങൾക്ക് ഏറ്റവും പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന കൺഫ്യൂഷനോടുകൂടി ഒന്നിനെയും സ്വീകരിക്കാതിരിക്കുക. അത് ഏത് വശം നോക്കിയാലും, 4 സൈഡ് നോക്കിയാലും നിങ്ങൾക്ക് വരും വരായികകളെ എങ്ങനെ നേരിടാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യാനാണ് കാണുന്നത്. ഹാർട്ട് ബ്രോക്കൻ്റെ എനർജി ശരിക്കും നിങ്ങളിൽ കണക്റ്റഡ് ആണ്. ചിലരെ സംബന്ധിച്ച് ഫാദർ എനർജിയെ ബേസ് ചെയ്തൊക്കെ നിങ്ങൾ കുറേ പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഫാദർ ലോസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫാദറിൽ നിന്നുള്ള ബിഹേവിയർ ആയിരിക്കാം. എന്താണേലും ഒരു ഓൾഡ് മസ്കുലൻ എനർജിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ശക്തമാകുന്ന പെയിൻ നൽകുന്നുണ്ട്. നിങ്ങളെ വളരെ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ച, എനിക്ക് തോന്നുന്നു ആഴത്തിൽ നിങ്ങൾ കണക്റ്റ് ചെയ്ത ആഴത്തിൽ വിശ്വസിച്ച ഒരു ഫാദർ എനർജി, ഒരു ഗാർഡിയൻ എനർജിയിൽ നിന്നുമാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ശക്തമാകുന്ന ഒരു ലോസ് സംഭവിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഇപ്പോഴും ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ആ ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം. കാരണം ആ നഷ്ടം, നിങ്ങൾക്കൊരു സാമ്പത്തിക ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നിങ്ങൾക്ക് നികത്തപ്പെടുമെന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാര്യം എടുത്തു മാറ്റപ്പെട്ട ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി, അതുപോലെ തന്നെ ഒരു ചീറ്റിംഗ് പ്രസൻസ് തന്നെയാണ് കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും കുറേ ആളുകൾക്ക് ചീറ്റിംഗ് സംഭവിച്ച എനർജിയാണ് കാണുന്നത്. നിങ്ങളെടുത്ത ചില ആക്ഷനുകൾ, എനിക്ക് തോന്നുന്നു കരിയർ പാതയെ ബേസ് ചെയ്താണേലും നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾക്ക് തെറ്റ് സംഭവിച്ചതും നിങ്ങൾ വലിയ ഒരു നഷ്ടത്തിനെ നേരിട്ടുകൊണ്ട്
വന്നുകൊണ്ടിരിക്കുകയാണ്. കറൻ്റിലി തന്നെ നിങ്ങൾ വലിയൊരു വീഴ്ചയിലാണ്. നിങ്ങൾക്ക് അതിൽ നിന്നും മുന്നോട്ട് കയറി പോകാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നും ഒന്ന് കയറാൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കാതെ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. ഫാമിലി എനർജിയുമായിട്ട് വളരെ ശക്തമായിട്ട് കണക്റ്റഡ് ആകുക. അത് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയും നൽകും. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ലൈഫ് ലോങ് സക്സസ് എനർജിയിലും എത്താൻ പറ്റും കേട്ടോ. നിങ്ങൾ ഒറ്റപ്പെട്ട് നിങ്ങൾ വീണ് കിടക്കുകയാണെങ്കിൽ, നിങ്ങൾ വളരെ ഒരു പെയിൻ എനർജിയിൽ ഒരു നല്ല താഴ്ചയിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് സംഭവിച്ച ഒരു വീഴ്ചയാണ് എങ്കിൽ, നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഫാദർ മദർ എനർജീനെയൊക്കെ കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിലേക്ക്, നിങ്ങളുടെ കുടുംബ ബന്ധത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റം വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. കൂടിച്ചേരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കുടുംബ ബന്ധത്തെ ബേസ് ചെയ്തോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനെ ബേസ് ചെയ്തോ നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി, ഒരു കൺഫ്യൂഷൻ, എന്താണ് ജീവിതത്തിൽ എന്നുള്ളത് ഉറപ്പില്ലാതെ നിൽക്കുന്നുവെങ്കിൽ നിങ്ങളവിടെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കണം കേട്ടോ. വളരെ ഒരു മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി, ഒരു മസ്കുലൻ എനർജിയുടെ പ്രസൻസോട് കൂടി വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാനെന്നാണ് കാണുന്നത്. ഒരു വിശ്വസ്തത പുലർത്തേണ്ട സമയമായി, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായി. ലീഗൽപരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യഭർത്തൃ ബന്ധത്തിൽ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് എങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളവിടെ വളരെ മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടിയും, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അതോറിറ്റി ഉണ്ടാക്കണമെന്നാണ് കാണുന്നത്, പവർഫുള്ളാകുന്ന രീതിയിൽ. കൂടാതെ തന്നെ നമുക്ക് നിങ്ങൾ എടുക്കുന്ന ഡിസിഷനാണ് നിങ്ങളുടെ സമയവും നിങ്ങളുടെ തലവരെയും മാറ്റുന്നത്. കുടുംബ ബന്ധത്തിൽ, ഭാര്യഭർത്തൃ ബന്ധത്തിലെന്നും നമുക്ക് എനർജി കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ഒരു ഒരു കൊടുക്കൽ വാങ്ങലിൽ ഒരു ശ്രദ്ധ കൊടുത്ത് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. അമിതമായിട്ടുള്ള എടുത്തുചാട്ടത്തിൽ നിന്നൊന്ന് പിന്മാറുക കേട്ടോ. ഒന്ന് ചിന്തിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ബന്ധനം ഉണ്ടാകും. നിങ്ങളെ പെട്ടെന്ന് സ്റ്റക്കാക്കാൻ പറ്റും മറ്റുള്ളവർക്ക്. നിങ്ങൾ അത്രത്തോളം ഇമോഷണൽ കണക്റ്റഡ് ആകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു എടുത്തുചാട്ടം, ആലോചിക്കാതെ മറുപടി പറയുക, ആലോചിക്കാതെ ചില കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുക, ഇതിലെല്ലാം നിങ്ങളൊരു ശ്രദ്ധ കൊടുക്കുക. കൊടുക്കൽ വാങ്ങലിലെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ പെയിൻ എനർജികളിൽ നിന്നും കടക്കാൻ പറ്റുകയുള്ളൂ. കാരണം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്ങും സ്ട്രെങ്തുമാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രതികരിക്കും, പെട്ടെന്ന് തന്നെ ഇമോഷണലി ഡൗണും ആവും. അതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള എനർജികൾക്ക് നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഹീലിംഗ് ആണ്. ഹീലിങ്ങിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഓവർ തിങ്കിങ്ങിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം. ചില കാര്യങ്ങളെ, ചില വ്യക്തിബന്ധങ്ങളിൽ നിന്നും ചില സിറ്റുവേഷൻസുകളിൽ നിന്നും എല്ലാം നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക. നിങ്ങൾ കറൻ്റിലി ചിന്തിക്കുന്നത് നിങ്ങളിൽ നെഗറ്റിവിറ്റി തന്നെയാണ് വരുത്തിക്കുന്നത്. നിങ്ങളൊന്ന് ഓപ്പോസിറ്റ് മാറി ചിന്തിക്കാൻ തുടങ്ങുക എന്നുകൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം പീസ്ഫുൾ റെസുലേഷൻ എനർജിയിലായിരിക്കണം. സമാധാനപരമായി മാത്രമേ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് പെയിൻഫുൾ എനർജിയിൽ നിന്നും സിമ്പിളായിട്ട് പുറത്ത് കടക്കാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ദൈവികമാകുന്ന കാര്യത്തിൽ, ദൈവവിശ്വാസത്തിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതായത് മറ്റുള്ളവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും ദൈവികമാകുന്ന വിശ്വാസത്തിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആവുക. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവവുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ വിശ്വാസവുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് പെയിൻ എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റും. ഓൾറെഡി നിങ്ങൾ ഹീലാവാൻ ശ്രമിക്കുക കേട്ടോ. മെഡിറ്റേഷനാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. മെഡിറ്റേഷനിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക.